ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ സിനി ഫിലിപ്പ്, സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് സ്റ്റോക്കോൺ ടെൻറ്റിൽ ഉള്ളതാണ്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മുടെ മാതാവിൻ്റെ നൊയമ്പാണ്, വാങ്ങിപ്പ് പെരുന്നാൾ നൊയമ്പാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഓർമ്മപ്പെടുന്നതെന്ന് മാത്രമാണ്. ദൈവമാതാവിനെ നമ്മൾ ഉടനീളം നമ്മുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാ ശുശ്രൂഷയ്ക്കും എല്ലാ ഒരുമാതിരിപ്പെട്ട നൊയമ്പിനെല്ലാം നമ്മൾ ദൈവമാതാവിനെ നമ്മൾ ഓർക്കാറുണ്ട്. നമ്മുടെ പള്ളിയിലെ ശുശ്രൂഷയിലാണെന്നും എനിക്ക് തോന്നുന്നു കർഷാനുഭാഴ്ച മാത്രമാണ് നമ്മൾ ദൈവമാതാവിനെ കൂടുതൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാത്തത്. ബാക്കി എല്ലാ സമയത്തും നമ്മൾ എന്താ പറയുക ഒരു അപേക്ഷിക്കാറുണ്ട്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ വിഷമഘട്ടങ്ങൾ വരുമ്പോൾ നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മളെ എങ്ങനെയാണോ നമ്മുടെ അമ്മയെ അപ്രോച്ച് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് നമ്മൾ മാതാവിനോട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്, തൻ്റെ പുത്രനോട് അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഈവൻ മാതാവിനാണ് ഗബ്രിയേൽ മാലാഖ വന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നീ ഗർഭിണിയാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു അൺസർട്ടനായിട്ട് ഒരു അപ്രതീക്ഷിത സമയത്താണ് ഗബ്രിയേൽ മാലാഖ മാതാവിൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ മാതാവ് അത്രയും ആ വിശ്വാസം, ദൈവത്തോടുള്ള വിശ്വാസത്തിലാണ് മാതാവ് എസ് പറയുന്നത്. അതിപ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് ആ സിറ്റുവേഷൻ നമ്മൾ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല നമ്മൾ എസ് പറയുമെന്ന്, അല്ലേ? ആ ഒരു ഡീപ്പ് വിശ്വാസം. ഇപ്പം എൻ്റെ ചെറുപ്പത്തിലൊക്കെ എല്ലാവരും എൻ്റെ പേരൻസ് ആണെങ്കിലും പറയാറുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക. അപ്പം ഞാൻ ചിലപ്പോൾ ഓർക്കാറ് എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? നമുക്കൊരു ബുദ്ധിമുട്ട് പ്രയാസം വരുമ്പോൾ നമ്മൾ കൂടുതലും എന്താ ദൈവമേ എൻ്റെ പ്രാർത്ഥനയൊന്നും കേൾക്കുന്നില്ല, എന്താണ് ഇങ്ങനെ? അതിനൊരു വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാൻ പറ്റുന്നത് ലാസർ എന്ന് പറയുന്നത് ജീസസിന്റെ ഉറ്റ കൂട്ടുകാരനായിരുന്നു, നമുക്കെല്ലാം അറിയാം. അപ്പം നമ്മുടെ ഇടയിലാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരോ അല്ലെ ഫാമിലി മെമ്പർ ആരെങ്കിലും മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു സഡൻ റെസ്പോൺസ് എന്ന് പറയുക ഒന്നെങ്കിൽ ഇപ്പോൾ വിദൂരത്താണ് നമ്മൾ വിളിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ അടുത്താണ് നമ്മൾ അപ്പം തന്നെ പോയി കാണുക, ഫാമിലി മെമ്പേഴ്സിനെ കാണുക എന്നുള്ളതാണ്. പക്ഷെ ജീസസ് എന്താണ് ചെയ്തത്? ലാസർ മരിച്ചു എന്ന് അറിഞ്ഞിട്ടും 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ലാസറിനെ കാണാനായിട്ട് പോകുന്നത്. അതുപോലെ ജീസസിന്റെ കൂട്ടുകാർ തന്നെയായിരുന്നു മാർത്തയും മറിയയും പോലും. അപ്പോൾ അതിൽ നമ്മൾ എന്താ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കിയേ. ഇപ്പം ജീസസ് ആ അറിഞ്ഞ സമയത്ത് തന്നെ പോയായിരുന്നെങ്കിൽ ഒരു രോഗിയെ സൗഖ്യപ്പെടുത്തുന്ന ഒരു ബ്ലെസ്സിങ്ങേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ജീസസ് ആണെങ്കിൽ മരിച്ച് അടക്കി ഈവൻ 4 ദിവസം കഴിഞ്ഞ് മണം പോലും പുറത്ത് വന്നതിന് ശേഷമാണ് ജീസസ് അവിടെ എത്തുന്നത്. അവിടെ ദൈവം അത്ഭുതം കാണിച്ച് എന്തെന്ന് പറഞ്ഞാൽ ജീസസിനെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റുന്നുള്ളവരാണ് ഇത് നമുക്ക് കാണിച്ചു തന്നത്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന അതാണ്, നമുക്കൊരു വിഷമഘട്ടം വരുമ്പോഴേ ചിലപ്പോൾ നമ്മൾ ഓർക്കാറുണ്ട് ദൈവം കേൾക്കുന്നില്ല എൻ്റെ പ്രാർത്ഥന. പക്ഷേ പേഷ്യൻസ് നമ്മുടെ ജീവിതത്തിൽ അതാണ് നമുക്ക് ഇല്ലാത്തതും, ഒരു ക്ഷമ എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏതൊരു ബുദ്ധിമുട്ട് പ്രയാസം വന്നാലും നമുക്ക് ദൈവം തന്നിട്ട് പോയതാണ് തൻ്റെ ശരീരവും രക്തവും, അല്ലേ? ആ ഒരു യുക്രിസ് നമുക്കുണ്ട്. അപ്പം ക്ഷമയോട് നമ്മൾ ദൈവത്തോട് കണ്ണുനീരോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈവൻ നമ്മുടെ ബൈബിളിൽ വേറൊരു എക്സാമ്പിളാണ് ബർത്തലോമിയോ. കണ്ണ് കാണാത്ത മനുഷ്യനാണ്, മനുഷ്യന് കണ്ണ് കാണത്തില്ല, പക്ഷേ എവിടെയോ അറിഞ്ഞു ജീസസ് അതുവഴി പോകുന്നുണ്ട്. ഉറക്കെ വിളിച്ചു കരു ദൈവമേ എന്നെ സൗഖ്യപ്പെടുത്തണമേ, രക്ഷിക്കണമേ എന്ന്. അപ്പം നമുക്ക് വിശുദ്ധ കുർബാനയുണ്ട്. നമുക്ക് വിശുദ്ധ കുർബാനയിലും പോയി നമുക്കും കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. കരഞ്ഞ് പ്രാർത്ഥിക്കുക. വിശുദ്ധ കുർബാനയിൽ ഞാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഇതാണ്. നമുക്കെല്ലാം മൂടുപടമുണ്ട്. നമുക്ക് സ്ത്രീകൾ മൂടുപടം ഇടുക, കണ്ണുനീരോട് പ്രാർത്ഥിക്കുക, ദൈവം തീർച്ചയായും കേൾക്കും. ചിലപ്പോൾ കുറച്ച് വെയിറ്റിംഗ് ടൈം വരെ ചിലപ്പോൾ ദൈവം നമുക്ക് ഡബിൾ ബ്ലെസ്സിങ് തരാനായിരിക്കും. വേറൊരു കാര്യം എൻ്റെ കൊച്ചിലെ പറഞ്ഞു തന്നിട്ടുള്ള മാതാപിതാക്കൾ പറഞ്ഞു തന്നിട്ടുള്ള, ഇപ്പം കൂട്ടുകാർ നമ്മൾ പിണങ്ങുമ്പോഴോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴോ ആരാണോ ആദ്യം ക്ഷമിക്കുന്നത് അവർക്ക് ഡബിൾ ബ്ലെസ്സിങ്. അത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഈവൻ എൻ്റെ കുടുംബജീവിതത്തിലാണെങ്കിൽ പോലും എന്തെങ്കിലും ഇതുണ്ടായി ഞാൻ ആദ്യം ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്, ക്ഷമിക്കാൻ ഞാൻ നോക്കും. അതെപ്പോഴും ഓർക്കും, ദൈവം ആദ്യം ക്ഷമിക്കുന്നതുകൊണ്ട് നമുക്കൊരു തെറ്റില്ല. പിന്നെ വേറൊരു കാര്യമാണ് 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ. നമ്മളെല്ലാം അതിൽ കൂടെ കടന്നു പോകുന്നവരാണ്, അല്ലേ? അപ്പം ആ സ്ത്രീയുടെ വിശ്വാസം ഒന്ന് നോക്കിക്കേ. ദൈവത്തിന്റെ എവിടെയെങ്കിലും ഒരു തൊങ്കൽ തൊട്ടാൽ മതി, ഇല്ലേ? തൊട്ടാൽ ഞാൻ സൗഖ്യമാകും എന്നുള്ള വിശ്വാസമായിരുന്നു. അതുപോലെ തന്നെയാണ് നമുക്കും. നമ്മൾ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ പലരെ അപ്രോച്ച് ചെയ്യുന്നു, പല സ്ഥലങ്ങളിൽ പോകുന്നു. ഇവിടെ പ്രാർത്ഥിച്ചിട്ട് ശരിയാകുന്നില്ല, ഇല്ല അവിടെ പ്രാർത്ഥിച്ചിട്ട് ശരിയാകുന്നില്ല. അതിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല. നമുക്ക് ദൈവം ജീസസ് പറയുന്നുണ്ട്, ഞാൻ സത്യമായിട്ടും ഞാൻ പറയുന്നു, ഞാൻ നിന്റെ ദൈവമാകുന്നു, എൻ്റെ ശരീര രക്തങ്ങളെ അനുഭവിപ്പിന്നാണ് പറയുന്നത്, അല്ലേ? നമുക്ക് ദൈവം നമുക്ക് എല്ലാ എന്താ പറയുക ബ്ലെസ്സിങ്സും തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് മറന്നു പോകുന്നു. നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മളത് മറന്നു പോവുകയാണ് ചെയ്യുന്നത്.
പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം ആസ് എ വിമൻ നമുക്ക് ചെയ്യാൻ പറ്റുക, വേറൊരു എക്സാമ്പിൾ ബൈബിളിൽ പറയുന്നുണ്ട്. പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ 4 പേര് കൂട്ടുകാർ 4 പേരാണ് ജീസസിന്റെ അടുത്ത് കൊണ്ടുവരുന്നത്. ആ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് എന്താ പഠിക്കാൻ പറ്റുന്നത്? അതായത് ഈവൻ ജീസസ് പോലും ആ പാരലൈസ്ഡ് അല്ലെ ആ നമ്മളെല്ലാവരും കൂടുതൽ പേരും നഴ്സസ് അല്ലെ ഡോക്ടേഴ്സ് ആ പ്രൊഫഷൻ ഉള്ളവരാണ്. അപ്പം ഒന്ന് നോക്കിക്കേ, ആ ജീസസ് പോലും ആ പാരലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യന്റെ വിശ്വാസമല്ല കണ്ടത്. അതിലുപരി ആ കൊണ്ടുവന്ന 4 മനുഷ്യരുടെ ആ ഒരു ഹാർഡ്ഷിപ്പാണ് ദൈവം കണ്ടത്. അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതായത് നമ്മുടെ ഇടയിൽ, നമ്മുടെ സമൂഹത്തിൽ, അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിക്കോട്ടെ, പള്ളിയിലായിക്കോട്ടെ, അല്ലെ നമ്മുടെ ചുറ്റുപാടിലായിക്കോട്ടെ, ആർക്ക് എന്ത് വിഷമം ഉണ്ടായാലും നമുക്ക് ഒരു വിശ്വാസത്തോടു കൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, എഗെയിൻ ഞാൻ പറയുന്നു, നമുക്കത് ബ്ലെസ്സിങ്സ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ നമുക്ക് ഓർക്കുന്ന ഈ സമയങ്ങളിൽ, സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഒക്കെ ഒന്ന് ഓർക്കുവാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചാണ് ആണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടത് എന്താണ്? നമ്മൾ വഴികാട്ടിയായിട്ടിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ മദർ മേരിയാണ് കാനാവിലെ കല്യാണത്തിന് വീഞ്ഞില്ലായിരുന്നു. അപ്പം മദർ മേരി എന്താണ് ചെയ്തത്? അത് മദർ മേരി തൻ്റെ മകനോടുള്ള വിശ്വാസം വളരെ സൈലൻ്റ് ആയിട്ടാണ്. അപ്പം നമ്മൾ ഒരു പൊതുവായിട്ടുള്ളൊരു പറച്ചിലാണ്, സ്ത്രീകളെന്ന് പറയുമ്പോൾ ഫോൾട്ട് അല്ലെങ്കിൽ കുറവുകൾ കണ്ടുപിടിക്കുന്ന ആൾക്കാരെന്ന് പറയും. അത് ചിലയിടങ്ങളിൽ വളരെ നല്ലതാണ്. ഇപ്പം മാതാവിനെ നോക്കി ആ കുറവ് ആദ്യം മനസ്സിലാക്കിയതാരാ? ദൈവമാതാവാണ്. അപ്പം ദൈവമാതാവ് വളരെ സൈലൻ്റ് ആയിട്ടാണ് ജീസസിന്റെ അടുത്ത് പറയുന്നത്, ഇവിടെ ഇതുപോലെ വീഞ്ഞ് കുറവാണ്, ഇതിൽ തീർന്നു പോയി എന്ന് പറയുന്നത്. അത് അതേപോലെ തന്നെ ദൈവം അത് മാതാവ് പറയുന്നത് അതനുസരിച്ച് ജീസസ് പ്രവർത്തിക്കുകയും ചെയ്തു. ഇതെല്ലാം നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ്. അതായത് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലൊക്കെ അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാതാവ് അതേപോലെ തന്നെ ജീസസിന്റെ ഈ മിഷൻ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ മാതാവിന് അറിയാം ജീസസ് ആ മിഷൻ വർക്കിൽ കൂടെ പോകണം. പക്ഷെ മാതാവിന് ഒരിക്കലും റെസിസ്റ്റ് ചെയ്തില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ബിക്കോസ് നമ്മുടെ കുട്ടികളാണെങ്കിലും അവർ അഡൾട്ട്ഹുഡ് പഠിക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ പല ആവശ്യങ്ങൾക്കായിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ അവരെ അതിനുവേണ്ടി നമ്മളതിനെ എന്താ പറയുക, അവരെ ഒരുക്കുക എന്നുള്ളതാണ്. അപ്പം മേരി അടുത്ത് പറയുന്നത് ലവിങ് ഡീപ്ലി എന്ന് പറയുന്നത് സംടൈംസ് മീൻസ് ലെറ്റിംഗ് ഗോ വിത്ത് ഫെയ്ത്ത് എന്നാണ്. അപ്പം നമ്മുടെ ഈ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ മുറുകെ പിടിച്ച് അവർക്ക് എന്താണ് വേണ്ടത്, നമ്മുടെ വിശ്വാസം എന്താണ്, നമ്മുടെ ഫെയ്ത്ത് എന്താണ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ എന്താണ് ഈ ഫെയ്ത്ത് എന്നുള്ളത് അത് കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന അപ്സ് ആൻഡ് ഡൗൺസ് അത് വേണമെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തെ അറിയുവാനും ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കുവാനും പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും നമ്മൾ സന്തോഷമാണ്, ഒരിക്കലും നമ്മൾ ദൈവത്തെ അറിയില്ല. ഈവൻ നമ്മളത് കാണിച്ചു തന്ന വ്യക്തിയാണ് ജീസസ് എന്ന് പറയുന്നത്. ജീസസ് ഈവൻ കുരിശിൽ തറയ്ക്കും ദൈവമല്ലേ, ദൈവത്തിന് എന്ത് വേണമെങ്കിലും അത്ഭുതം പ്രവർത്തിക്കായിരുന്നു. പക്ഷെ ദൈവം നമുക്കത് കാണിച്ചു തന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ. സോ ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവരും ഓർക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.